എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ ശ്രുതി ഫുഡ് കഴിക്കാനായിട്ട് വരുവാണ്. അപ്പൊ ശ്രുതിക്ക് ഇഡ്ഡലി വേണ്ട, ദോശ മതി എന്ന് പറയാണ്. രേവതിയാണ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവസാനം രേവതി പറഞ്ഞു ശരി ഞാൻ ദോശ ഉണ്ടാക്കി തരാന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അതിനു മുമ്പ് ഈ ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് തരാം, മോളിത് കഴിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹം ഒലിപ്പിക്കുകയാണ്. സച്ചി ഇതൊക്കെ കണ്ടു. സച്ചി ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. വർഷ വന്നിട്ട് അങ്ങ് ഫോൺ ചെയ്യുന്ന ഡബി സ്റ്റുഡിയോയിലേക്കാണ് ഫോൺ വിളിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയണേ സാർ, ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? ഇതേ എനിക്ക് അമ്മായിമ്മയ്ക്ക് വേണ്ടി ഡബ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സ്ത്രീകളുണ്ടോ? കഥാപാത്രത്തിലാണെങ്കിൽ പോലും കഥയിലാണെ പോലും എന്റെ അമ്മായിമ്മ എങ്ങനെ ആയിരിക്കണം, അവരെയും കുത്തി കൊല്ലുവെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടി. ഫ്രൂട്ട്സ് കഴിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നതാ. ദൈവമേ ഇവളിങ്ങനെയൊക്കെ ചെയ്യുവോ? പെട്ടെന്ന് ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ അമ്മ പേടിക്കൊന്നും വേണ്ട, എന്റെ അമ്മായിമ്മ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ, എന്റെ അമ്മായിമ്മ പാവല്ലേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അമ്മേനെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. ഇത് കേട്ട അകത്ത് നിന്ന് രേവതിക്ക് ചിരി വന്നു. പെട്ടെന്ന് ചന്ദ്രമതി രേവതിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു ആ കത്തി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറയണം. അങ്ങനെ രേവതി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണ കത്തിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ്. രേവതിയെ കത്തിയൊക്കെ ആയിട്ട് വരുന്നുണ്ടപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഒരു ഞെട്ടലുണ്ടായി. ദൈവമേ ഇവളീ കത്തിയെങ്ങാനും വെച്ച് തന്നെ കുത്തുവോന്നൊരു ചിന്ത വരെ ചന്ദ്രമതിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു അതെ വർഷയ്ക്കുള്ള ഫുഡ് എടുത്ത് വെക്കുക, ഇഡ്ഡലി എടുത്ത് വെക്കാൻ പറയണം. വർഷ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി വേണ്ട ആൻറ്റി എന്ന് പറയണം. പിന്നെയോ എനിക്ക് ഓംലെറ്റ് മതി എന്ന് പറയണം. ഓംലെറ്റാ? അതെ ഓംലെറ്റ് മതി എന്ന് പറയണം. ആ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, വർഷയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കുക, 2 മുട്ടയിട്ട് ഉണ്ടാക്കിക്കോളാൻ പറയണം. പെട്ടെന്ന് രേവതി പറഞ്ഞു അല്ലമ്മ അത് പിന്നെ രാവിലെ ഈ വെറുമറ്റിൽ ഓംലെറ്റ് കഴിച്ച് ശരിയാവോ? അത് അവളല്ലേ തീരുമാനിക്കുക, നീ അല്ലല്ലോ. വർഷ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, രേവതി ചേച്ചി എനിക്ക് ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്ന് പറയാം. പിന്നീട് രേവതി എന്ത് ചെയ്യാണ്, ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് അടുക്കളയിൽ കയറിപ്പോവാ. ഒരാൾക്ക് ദോശ വേണം, ഒരാൾക്ക് ഓംലെറ്റ് വേണം. സച്ചി അപ്പോഴത്തേക്കും അങ്ങോട്ട് വന്നു. സച്ചിനെ കണ്ടുന്ന രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു സച്ചേട്ടൻ എനിക്ക് ഫുഡ് എടുക്കാന്ന് പറയണം. വേണ്ട എനിക്കിപ്പോ ഫുഡ് വേണ്ടാന്ന് പറയണം. എനിക്ക് ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്താ എനിക്ക് ദോശ മതി എന്ന് പറയണം. സച്ചേട്ടന് ദോശ മതിയോ? ദോശ മതി എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, സച്ചേട്ടൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കുക, ഞാൻ ഇവർക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തോട്ടെ എന്ന് പറയണം. എന്ത്? അല്ല വർഷയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയാം. അതെ നീ എല്ലാം കൂടെ ചെയ്യണ്ടേ, ഒരു കാര്യം ചെയ്യാം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അതിന് സച്ചേട്ടൻ അറിയാവോ ഓംലെറ്റ് ഉണ്ടാക്കാൻ അല്ലേ, 2 മുട്ടയല്ലേ ഇട്ടുണ്ടാക്കട്ടെ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയണം. സച്ചി അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇവന് നേരത്തെ ഓംലെറ്റ് ഉണ്ടാക്കല്ലായിരുന്ന പണി, ഉണ്ടാക്കട്ടെ, അടുക്കള കയറി അങ്ങനെ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് പറയണം. സച്ചി നേരെ അടുക്കളയിൽ കയറി 2 മുട്ട എടുത്തോണ്ട് ഇങ്ങോട്ട് വരുവാണ്. എടുത്തോണ്ട് വന്നിട്ട് ചന്ദ്രമതി അടിച്ചു എത്ര മുട്ട ഇട്ട് ഉണ്ടാക്കണ്ടേ? 2 എണ്ണം ഇട്ടോ. 1 മുട്ട ആദ്യം താഴേക്ക് ഇട്ടു. നീ എന്താടാ കാണിക്കണമെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. പെട്ടെന്ന് വർഷം ശ്രുതിയൊക്കെ ചാടി എഴുന്നേക്കുവാണ്. ഫുഡ് കഴിക്കാനായിട്ട് അവരിരുന്നതാ. സച്ചി പറഞ്ഞു 2 മുട്ട ഇടണമെന്നല്ലേ പറഞ്ഞേ, 1 മുട്ടയെ ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി 1 മുട്ടയും കൂടെ താഴേക്ക് ഇടുവാണ്. രേവതി ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കാഴ്ചയെ കാണുന്നേ. സച്ചിയേട്ടൻ എന്താ കാണിക്കണമെന്ന് ചോദിക്കാം. 2 മുട്ടയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. 2 മുട്ട ഇട്ടു. ഇത്തിരി ഉപ്പും കൂടെ ഇട്ടാൻ കൂടെ നക്കി തിന്നോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുഖത്ത് അടിയേറ്റവരായി പോയി വർഷയ്ക്കും ശ്രുതിക്കും. വർഷ വെച്ച് നിങ്ങൾ എന്ത് നോൺസെൻസാ കാണിക്കണമെന്ന് ചോദിക്കും. എന്താ മനസ്സിലായില്ലേന്ന് ചോദിക്കുവാണ്. അതെ ഇവിടെ വേലക്കാരി ഒന്നുമില്ല, നിങ്ങൾ പറയുമ്പോൾ ഓരോന്നുണ്ടാക്കി തരാനായിട്ട്. ഇത് ഹോട്ടലും അല്ല, വന്നിരുന്നിട്ട് അങ്ങ് ഓർഡർ കൊടുക്കാനായിട്ട്. എനിക്ക് അത് വേണം ഇത് വേണം, ഒരാൾക്ക് ഇഡ്ഡലി വേണ്ട, ഒരാൾക്ക് ദോശ വേണം, ഒരാൾക്ക് ഓംലെറ്റ് വേണം. ഒരു മര്യാദയില്ലേ, നാണമില്ലേ, നിങ്ങളും പെണ്ണുങ്ങളല്ലേന്ന് ചോദിക്കുക. എന്റെ ഭാര്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നതിനോ ഒരു കയ്യും കണക്കൊക്കെ ഉണ്ട്, എല്ലാം കണ്ടില്ലെന്നും കേട്ടില്ലെന്ന് അടിച്ച് എത്രയാ പോണേന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി കിടിവെട്ടേറ്റല്ലേ പോയി. എടാ അതിന് അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അവള് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേന്ന് ചോദിക്കും. വെറുതെ വീട്ടിൽ ഇരിക്കാനാ? രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ അവൾ ഇവിടെ കിടന്ന് പണിയെന്ന് നിങ്ങൾ കാണുന്നില്ല തള്ളേന്ന് ചോദിക്കുക. നിങ്ങൾ പിന്നെ എന്തെടുത്തോണ്ടിരിക്കുക? നിങ്ങളുടെ കണ്ണിന് എന്താ കാഴ്ചയില്ലെന്ന് ചോദിക്കുക. ചന്ദ്രമതി നീ കുറച്ച് ഓവറാകുന്നുണ്ട് കേട്ടോ സച്ചി. എന്ത്? എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ അല്ലാതെ പിന്നെ വേറെ നാട്ടുകാരോ ഒന്ന് നോക്കുവോ? എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേന്ന് പറയണം. ഈ സമയം വർഷയെ ശ്രുതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കണം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മോളെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. വേണ്ട എനിക്ക് വേണ്ടാന്ന് പറയണം. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എന്തായാലും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന തന്നെ ഓംലെറ്റ് ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെന്നുള്ള കരുതിയാ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ. ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞ് വർഷ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഞാനും പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞ് 2 പേരും കൂടെ അങ്ങ് പോവാണ്. ഈ സമയം സച്ചിയോട് ചോദിച്ചു നിനക്ക് സമാധാനമല്ലോ, തൃപ്തിയായല്ലോ അവർ ഫുഡ് കഴിക്കാതെ പോയപ്പം? അതെ വേണമെങ്കിൽ അവനോനുള്ള അവനോട് ഉണ്ടാക്കി കഴിച്ചോളാം, ഇവിടെ ആരും വേലക്കാരൊന്നും ഇല്ല.
ഓരോരുത്തർക്കും അല്ല ഇത്ര ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്യുക. അമ്മയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വരായിരുന്നോ? അമ്മയുടെ മരുമക്കളല്ലേ, പൊന്നു പോലെ നോക്കുന്നല്ലേ, അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അമ്മയുടെ കൈക്ക് ആരും പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് രേവതി സച്ചിയേട്ടാ നീ ഒന്നും മിണ്ടല്ലെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും രേവതി പറഞ്ഞ് ഫുഡ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ചന്ദ്രമതി രേവതിക്ക് നേരെ തിരിയുക. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. ഓരോന്ന് വന്ന് ഓതിക്കൊടുത്ത് നിന്നെ അങ്ങനെ മഹാറാണിയായിട്ട് വാഴിക്കാനായിട്ട് അവന്റെ ശ്രമം. അതൊരിക്കലും നടക്കില്ല. നിനക്കൊട്ടുള്ള വെച്ചിട്ടുണ്ടെന്ന് പറയണം. മര്യാദയ്ക്ക് എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പോയി മാർക്കറ്റിൽ പോയി ചിക്കനും മീനും ഒക്കെ മേടിച്ചോണ്ടോ. അവര് ഫുഡ് കഴിക്കാതെ രാവിലെ പോയത്. വൈകുന്നേരം വന്നു കഴിയുമ്പോഴത്തേനും അവർക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കൽപ്പിക്കുകയാണ്. രേവതി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. പിന്നീട് രേവതി മാർക്കറ്റിലേക്ക് പോവാണ്. അങ്ങനെ മാർക്കറ്റിലേക്ക് പോണ സമയത്ത് അവിടെ വെച്ച് ലക്ഷ്മിയമ്മേനെ കാണുവാണ്. ലക്ഷ്മിയമ്മയ്ക്ക് സന്തോഷമായി രേവതിനെ കണ്ടതും. ആഹാ മോളോ, എന്ത് പറ്റിയെന്ന് മാർക്കറ്റിലേക്ക്? അത് പിന്നെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നാന്ന് പറയാണ്. അമ്മ എന്താ? അത് ഞാൻ ഇവിടെ പൂ കൊടുക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാന്ന് പറയാ. രേവതിക്ക് സന്തോഷമായി. അതെ മോളൊരു കാര്യം ചെയ്യും, ഇവിടെ വരെ വന്നല്ലേ, വീട്ടിൽ വരെ വന്നിട്ട് പോകാന്ന് പറയാം. അല്ല അത് പിന്നെ സമയമില്ല അമ്മയെന്ന് പറയണ. കുഴപ്പമില്ല. അപ്പോഴാണ് ലക്ഷ്മിയമ്മ ആ കാര്യം ശ്രദ്ധിക്കുന്നേ. കഴുത്തേലാണെങ്കിൽ ഒന്നുമില്ല, ഒരു മഞ്ഞച്ചരട് മാത്രമേ ഉള്ളൂ. അല്ല മോളെ, നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എന്തിയേ? ഇതെന്നെ മഞ്ഞച്ചരട് മാത്രം ഇട്ടുകൊണ്ട് നടക്കണമെന്ന് നിൽക്കും. അതൊന്നുമില്ല. എന്തു പറ്റി? സച്ചിനെ എല്ലാം കൊണ്ട് പണയം വെച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യും, മോള് വീട്ടിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ ലക്ഷ്മിയമ്മ എന്ത് ചെയ്യുക, രേവതിനും കൂട്ടി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവും ശരത്തും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രേവതിയോട് ചോദിച്ചു, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? സ്വർണ്ണമൊക്കെ എന്തിയേ? അപ്പത്തേനും ശരത്ത് പറഞ്ഞു, സച്ചേട്ടൻ കൊണ്ട് പണയം വെക്കാൻ വഴിയില്ല. കാരണം സച്ചേട്ടൻ എന്റെ ആവശ്യമില്ല. കാരണം ഡ്യൂ കിട്ടണമെങ്കിൽ ഇത്ര സ്വർണം കൊണ്ട് പണയം വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം ദേവി ചോദിച്ചു, അല്ല അമ്മായിമ്മ എങ്ങാനും മേടിച്ചു വെച്ചോ? എന്തെങ്കിലും വഴക്കുണ്ടാക്കി മേടിച്ചു വെച്ചോന്ന് ചോദിക്കും. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി പറഞ്ഞു, അതൊന്നുമില്ല. പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. കാര്യം എന്താന്ന് പറ. ഞാനെല്ലാം ഊരി അമ്മയ്ക്ക് കൊടുത്തു. നീ എന്തിനാ അതെല്ലാം ഊരി കൊടുത്തേന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുക. ഒരു താലിമാല പോലും ഇല്ലാതെ ഈ മഞ്ഞച്ചരയുടെ താലി ഓർത്തിട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛനെ പറഞ്ഞ ആർക്കമ്മ സഹിക്കണേന്ന് ചോദിക്കുക. അച്ഛനെ പറഞ്ഞാലോ? അതെ. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അച്ഛനെ കുറിച്ച് അവര് പറഞ്ഞതും ഇങ്ങോട്ട് വന്നപ്പം നിന്റെ അച്ഛൻ അത് തന്നോട്ടോ ഇത് തന്നോട്ടോ എന്നൊക്കെ ചോദിച്ചതും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയമ്മയ്ക്ക് എല്ലാം ഭയങ്കര വിഷമമായിപ്പോയി. ശരത്ത് പറഞ്ഞ് ഞാനെങ്ങാനും ആയിരിക്കണം ആ സമയത്ത് അവരെ ആട്ടി വിട്ടാനെന്ന് പറയണം. എന്നാലും വേണ്ടമ്മേ, സാരമില്ല, സ്വർണത്തിലൊന്നും എനിക്കൊരു കാര്യമില്ല, ഒരു കഥയില്ലാത്ത. പക്ഷെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് എനിക്ക് സഹിച്ചില്ല, അത്രമാത്രം എന്റെ മനസ്സ് വേദനിച്ചെന്ന് പറയണം. സാരമില്ല മോളെ, പോട്ടെ, നീ സമാധാനപ്പെട്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എങ്ങനെയും പണിസ ഉണ്ടാക്കി നിനക്ക് കുറച്ച് വാങ്ങിച്ചു തരാമെന്ന് പറയണം. ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ചേച്ചിക്ക് പൈസ തരാം, ചേച്ചി വാങ്ങിച്ചോളാം പറയാം. അല്ല നിന്റെ എവിടുന്ന പൈസ? അല്ല എവിടുന്നേലും വായ്പ മേടിച്ച്, അതിനൊന്നും കാര്യമില്ലെന്ന് പറയണം. രേവതി ലക്ഷ്മിയോട് പറഞ്ഞു, എന്തേലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ദേ ഇവൾക്ക് വേണ്ടിയിട്ട് അമ്മ കരുതി വെച്ചോ, ദേവുവിന് വേണ്ടിയിട്ട്. നാളെ ഒരു വീട്ടിലേക്ക് ഇവള് കയറി ചെല്ലുമ്പോൾ എന്റെ അവസ്ഥ അവൾക്ക് ഉണ്ടാവരുത്. അവിടെ ഇട്ട് അവളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് തട്ടിക്കരുത്. സ്വർണവും പണം ഇല്ലാത്തതിന്റെ പേരിൽ ഇവൾക്കൊരു നാണക്കേടും ഉണ്ടാവരുതെന്ന് പറയണം. ദേവ് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള വീട്ടിലേക്കൊന്നും പോകുന്നില്ല എടുത്തിന്ന് പറയാൻ ചേച്ചി എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, ദൈവം നമ്മുടെ തലയിൽ ഒരു വിധി വെച്ചിട്ടുണ്ട്, അത് അതുപോലെ തന്നെ നടക്കുള്ളൂ എന്ന് പറയണം. നീ പഠിച്ച് നന്നായിട്ടൊരു ജോലി മേടിക്കുക. ഒരു ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട വരത്തില്ല. അതുകൊണ്ട് നീ നിന്റേതായ ജോലി നോക്കി നിനക്ക് പോകാനായിട്ട് സാധിക്കും. അതാ ഏറ്റവും നല്ല മാർഗം എന്ന് പറയാം. ലക്ഷ്മി പറഞ്ഞു, എന്നാലും അവര് ക്രൂരത ചെയ്തല്ലോ. അതൊന്നും സാരമില്ല, സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കുള്ള സ്വർണ്ണമൊക്കെ ഞാൻ വാങ്ങിച്ചുതരാന്ന്, എന്നിട്ട് നീ ഇട്ടാ മതിയെന്ന്. ഞാനൊരു ശപഥം ചെയ്തേക്കുവാ, സച്ചേട്ടൻ വാങ്ങിച്ചുതരാൻ സ്വർണ്ണം ഞാൻ ഉപയോഗിക്കുള്ളൂന്ന്. വേറെ ആരുടെ സ്വർണ്ണം എനിക്ക് വേണ്ട, സച്ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരുമേ. ഇത് കേട്ടതും ലക്ഷ്മി അമ്മയ്ക്കും ശരത്തിനും അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സച്ചി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ രേവതി പറഞ്ഞു, ഞാൻ പോട്ടേന്ന് പറഞ്ഞ് പോവാണ്. പോയി കഴിയുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, പാവം എൻ്റെ മോള് ഒത്തിരി അധികം വേദനിക്കുന്നുണ്ട്, സച്ചി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അതാ ഏറ്റവും മനസ്സിലൊരു സന്തോഷകരമായ കാര്യം, അല്ലെങ്കിൽ എന്ത് ചെയ്തേനം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് രേവതി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഭദ്രകാളിയെ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതി ചോദിച്ചു, എത്ര സമയം നീ എവിടെയാരും ചോദിക്കും. അല്ലമ്മ, ഞാൻ ഈ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരണ്ടേ, എന്താ നീ അവിടെ ഇരുന്ന് നിരങ്ങുമായിരുന്നോ, അതോ ഇനിയും മറ്റാരെയും കണ്ട് അവരോട് കത്തിവെക്കാൻ പോയോ? പറയാൻ പറ്റില്ല, പമ്മി കൂടി വീട്ടിൽ ഇരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഏത് സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. നിന്റെ വീട്ടുകാരോ അത്രക്കാരാണല്ലോ എന്ന് പറയണം. ദേ അമ്മേ, അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യമല്ല, ഉള്ള കാര്യം പറഞ്ഞെന്ന് പറയണം. നീ ഓരോ തോന്നിയാസം കാണിച്ചങ്ങ് പോയിട്ടുണ്ടെങ്കിലേ വീട്ടിലുള്ളവരൊക്കെ നാണക്കേടെന്ന് പറയാം. ദേ അമ്മേ, ഞാൻ തോന്നിയാസം ഒന്നും പോയിട്ടില്ലെന്ന് പറയാം. അല്ല പറഞ്ഞെല്ലാം വാങ്ങിച്ചോന്ന് ചോദിക്കും. വാങ്ങിച്ചു, ആ പൈസക്കുള്ള വാങ്ങിച്ചുള്ളൂ. അതേമേ, അല്ലാതെ പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാനായിട്ടാ സച്ചേട്ടൻ തന്ന പൈസക്കേ വാങ്ങിച്ചിട്ടുള്ളൂ. ഓ, നിന്റെ സച്ചിയാണല്ലോ ബന്ധിച്ച വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നേ. ഒരു കാര്യം ചെയ്യാം,
ചെല്ല്, അടുക്കളയിലേക്ക് വന്ന് പണികളൊക്കെ ചെയ്യാൻ നോക്ക്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫുഡാണ് ഉണ്ടാക്കണ്ടേ. വർഷയ്ക്ക് സൂപ്പ് ഉണ്ടാക്കിയാൽ മതി, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാൽ മതി. ശ്രുതിക്ക് മീൻകറി ഇഷ്ടം, അതുണ്ടാക്കണം. പിന്നെ ബാക്കി ഈ പറയുന്ന ശ്രീകാന്തിനും ശ്രുതിക്കുവാണെങ്കിൽ ചിക്കൻ കറി ഇഷ്ടം, അതൊക്കെ കൂടെ ഉണ്ടാക്കുക. പിന്നെ എനിക്കും രവിയേട്ടനും വേണ്ടിയിട്ട് ചീരക്കറിയും കൂടെ ഉണ്ടാക്കാൻ പറയണം. അങ്ങനെ ഓരോരുത്തർക്കും ഉള്ള ഓർഡർ കൊടുത്തു. രേവതി ശരിയെന്ന് പറഞ്ഞു പോവാ. അന്നെങ്കിൽ നിന്റെ ഇഷ്ടം എന്താ, നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. രേവതിക്ക് അതിൽ പരാതിയും പരിഭവമില്ല. സച്ചിയുടെ കാര്യത്തും പറഞ്ഞില്ല. സച്ചിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറഞ്ഞില്ല. അങ്ങനെ രേവതി അടുക്കളയിൽ ചെന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, കുറേ സമയം വേണം. എല്ലാം എടുത്തു പെറുക്കി ഉണ്ടാക്കുക വേണം, പാത്രങ്ങളും എല്ലാം ചെയ്യണ്ടേ. അങ്ങനെ എല്ലാം ചെയ്ത് ഒരു വിധത്തിൽ രേവതി മടുത്തു. രേവതി ഇങ്ങനെ നിറപ്പൊക്കെ ഒപ്പി അങ്ങനെ നിൽക്കുകയാണ്. രേവതിക്ക് എന്നാലും ആരോടും ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ല. ആ സമയം ശ്രീകാന്ത് വർഷേനെ കൂട്ടാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡബ് ചെയ്ത് കഴിയുന്നോടെ വരെ ശ്രീകാന്ത് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നീട് വർഷ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷയോട് പറഞ്ഞു, പോയാലും ചോദിക്കുക, ഇതെന്ത് പറ്റി എന്നെ കൂട്ടാനായിട്ട്? വെറുതെ ഇന്ന് നേരത്തെ തീർന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന് പറയണം. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അതെ നമുക്കൊരു കാറ് വാങ്ങിയാലും ചോദിക്കുക. അതെന്താ? അങ്ങനെയാണ് കുഴപ്പമില്ല, എനിക്ക് കാറ് കൊണ്ടുവരാലോ, നിന്നെ കൂട്ടിക്കൊണ്ട് വരാലോ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഡ്രൈവിംഗ് പഠിച്ചാൽ പോരെ, നിനക്ക് സ്വന്തമായിട്ട് വന്നു പോകാലോ. ഞാൻ എപ്പോഴും നിന്നെ കൂട്ടാൻ വരേണ്ട കാര്യമില്ലോ എന്ന് പറയണേ. അത് ശരിയാണല്ലോ എന്ന് പറയണേ. അങ്ങനെയാണ് നമുക്കൊരു കാറ് നോക്കാം, നമുക്കൊരു കാറിനോ ബുക്ക് ചെയ്താലോ എന്ന് ചോദിക്കാം. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ എവിടുന്ന്? ഒരു കാര്യം ചെയ്യാം, സുധിയേട്ടൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് അവിടെ നമുക്ക് പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അത് ശരിയാ, നല്ല കാര്യമുള്ളതെന്ന് പറയണം. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.